നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ വിദേശ യാത്ര പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൻ്റെ കൂദാശ കർമ്മത്തിലേക്കായിരിക്കുമെന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിലെ നവീകരിച്ച നോട്ടർഡാം കത്തീഡ്രലിൻ്റെ കൂദാശ കർമ്മത്തിന് 3 ദിവസം മാത്രം അവശേഷിക്കെ ചടങ്ങിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നതായി ട്രംപ് ഇന്നലെ വെളിപ്പെടുത്തി. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ട്രംപിൻ്റെ ആദ്യത്തെ വിദേശയാത്രയായിരിക്കും ഈ കത്തോലിക്ക കത്തീഡ്രലിലേക്ക് നടത്തുന്നത്. ക്രൈസ്തവ വിശ്വാസപരമായ കാര്യങ്ങൾ ട്രംപ് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇതിൻ്റെ പ്രകടമായ ഉദാഹരണമായാണ് നോട്ടർഡാം കത്തീഡ്രൽ ദേവാലയ വെഞ്ചരിപ്പിൽ പങ്കെടുക്കാനുള്ള ട്രംപിൻ്റെ തീരുമാനത്തെ പൊതുവെ നോക്കിക്കാണുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ ട്രംപ് അഭിനന്ദിച്ചു. നോട്ടർഡാമിനെ അതിൻ്റെ പൂർണ്ണമായ മഹത്വത്തിലേക്ക് പുനഃസ്ഥാപിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു അത്ഭുതകരമായ ജോലിയാണ് മാക്രോൺ നിർവഹിച്ചതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അതേസമയം 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാർ പള്ളിയുടെ പുനർസമർപ്പണ ചടങ്ങിൽ സംബന്ധിക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങളും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കൂദാശകർമ്മം നടക്കുന്ന 7-ന് അമേരിക്കയിലെ പള്ളികളിൽ ദേവാലയ മണികളെല്ലാം മുഴക്കണമെന്ന് അമേരിക്കൻ മെത്രാൻ സമിതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ നോട്ടർഡാം ദേവാലയം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ഗതാഗത നിയന്ത്രണം ശക്തമാക്കി. പ്രത്യേക ക്ഷണിതാക്കൾക്കും സ്ഥിരം താമസക്കാർക്കും മാത്രമേ പള്ളി സ്ഥിതി ചെയ്യുന്ന സേൻ നദിയിലെ ദ്വീപിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. ഡിസംബർ 7-ന് പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്ക് ആർച്ച് ബിഷപ്പ് ലോറൻ ഉൾറിച്ച് കത്തീഡ്രൽ വാതിലുകളിൽ പ്രതീകാത്മകമായി മുട്ടുന്നതോടെയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഈ സമയം അകത്തുനിന്ന് ഗായക സംഘം സങ്കീർത്തനം ആലപിക്കും. തിരുക്കർമ്മങ്ങളുടെയും മറ്റു പരിപാടികളുടെയും തത്സമയ സംപ്രേഷണം ഫ്രഞ്ച് ദേശീയ മാധ്യമങ്ങൾ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദേവാലയത്തിലെ ആദ്യ വിശുദ്ധ കുർബാനയർപ്പണം ഡിസംബർ 8-ാം തീയതി പ്രാദേശിക സമയം രാവിലെ 10:30 നടക്കും. 2019 ഏപ്രിൽ 15-നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ദേവാലയം അഗ്നിക്കിരയായത്. ചരിത്ര പ്രാധാന്യമുള്ള കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണത്തിനായി സർക്കാർ തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു.